എറണാകുളത്തെ വിശ്വാസികളുടെ ഒരു കൺഫ്യൂഷൻ തീർക്കുന്നതിനും ഒരു ക്ലാരിറ്റിക്കും വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ പിന്നോക്കം പോകാൻ ബഹുമാനപ്പെട്ട സിനഡ് അനുവദിക്കുന്നുണ്ടോ? അഭിവന്ദ്യരായ റാഫേൽ തട്ടിൽ പിതാവും അഭിവന്ദ്യനായ ജോസഫ് പാമ്പ്ളാനി പിതാവും അതിന് മൗനാനുവാദം കൊടുക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞ പിതാവിനോടുള്ള ചോദ്യം ഇതാണ്. കഴിഞ്ഞ 2 മാസമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വതന്ത്ര ചുമതല അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് എന്തേ ഇതുവരെ ഏകീകൃത വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ നിൽക്കുന്നത്? പാമ്പ്ളാനി പിതാവ് വന്നിട്ടും ചർച്ചകൾ പല രീതിയിൽ പലരുമായി നടത്തിയിട്ടും എന്തേ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ ഈ വിഷയം നിലനിൽക്കുന്നത്? ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് എറണാകുളത്തിന് ഇളവ് കൊടുക്കുന്നില്ല എങ്കിൽ വിശ്വാസ സമൂഹത്തോട് ആവർത്തിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയണം, സിനഡ് പിതാക്കന്മാരോ മേജർ ആർച്ച് ബിഷപ്പോ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയോ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഏകീകൃത വിശുദ്ധ കുർബാനയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒഴിവ് കഴിവും നൽകുന്നില്ല എന്ന് ആവർത്തിച്ച് എറണാകുളത്തെ വിശ്വാസ സമൂഹത്തോട് പറയാൻ മനസ്സുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയും ഇത് സഭയുടെ ആവശ്യമാണെന്ന് അവർക്ക് കൂടി ബോധ്യപ്പെട്ട് അവർ അതിനുവേണ്ടി ശക്തമായി വാദിക്കാനും ശക്തമായി നിലയുറപ്പിക്കാനും അവർക്ക് കഴിയുകയുള്ളൂ. ഇന്ന് രൂപതയുടെ അവസ്ഥ സമവായം അനുവദിച്ചു, ഇളവനുവദിക്കാൻ പോകുന്നു, ഒരു കുർബാന ചൊല്ലിയാൽ മതി, ബാക്കി സമയത്ത് ചെല്ലണ്ട എന്നൊക്കെയുള്ള ഒരു വ്യക്തതയില്ലാത്ത ഒരു സന്ദർഭമാണ് ഇപ്പോൾ രൂപതയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഓശാനയോടുകൂടി, ഈ വലിയ ആഴ്ചയോടുകൂടി ഏകീകൃത കുർബാന നിർബന്ധമായും നടപ്പിലാക്കണം എന്ന് വിശ്വാസ സമൂഹത്തോടും വൈദികരോടും ആവർത്തിച്ച് ആവശ്യപ്പെടാൻ പിതാക്കന്മാർക്ക് കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. വൈദികർ ചെല്ലുക ചെല്ലാതിരിക്കുക അത് അവരുടെ പ്രശ്നമാണ്. അവരുടെ കയ്യിൽ പിടിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇതിന് വ്യക്തമായ ഒരു തീരുമാനവും നിർദ്ദേശവും അറിയിപ്പും സിനഡിൻ്റെ ഭാഗത്തു നിന്നും പിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.